എന്നാക്കണമെന്ന് അറിയാം. ഇത് ക്യാമറയും വർക്ക് ചെയ്യുന്നില്ല അവർ. CCTV ഒരു 5-10 CCTV വെച്ചിരുന്ന കാര്യം എന്നൊക്കെ വർക്കൊന്നും ചെയ്യാത്ത സാധനം ഇവിടെ വെച്ചിരുന്ന കാര്യമോ? പിന്നെ നിങ്ങൾ പ്രൂഫ് ആക്കണം. ഇത് ഒരു കാർഡിൽ ഒരാൾ വന്നിട്ട് വാങ്ങുന്ന വീട്ടിൽ ഒരു പ്രൂഫ് ആക്കണം. ഇതിപ്പോൾ ആരെങ്കിലും വന്ന് ഏതെങ്കിലും നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ സാധനം കൊടുത്ത് കാര്യമില്ലല്ലോ. അല്ലെ പിന്നെ ഒറിജിനൽ കാർഡ് കൊണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണോ? പിന്നെ ഇങ്ങനെ സാധനം കൊടുത്തേ നമ്മൾ വാങ്ങിയിട്ടില്ല. ആരും പറയും നിങ്ങളെ സാധനം വാങ്ങിച്ചു എന്ന് പറയുന്നത് ആര് വാങ്ങിച്ചു? ഇത് എന്താ പറയുക വോട്ട് ചെയ്യുന്ന നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുന്നാലേ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുക. നമ്മള് കംപ്ലൈന്റ് കൊടുത്തു. അത് ഇങ്ങക്ക് തന്നെ അറിയില്ലേ? സാധനം വാങ്ങാനല്ലേ നമ്മളിവിടെ വരുന്നത്. അതങ്ങനെ നിങ്ങളങ്ങനെ പറയില്ലേ? അതങ്ങനെ നിങ്ങൾ എടുത്തോന്ന് പറയല്ലേ? എങ്ങനെയാ? അപ്പൊ നിങ്ങളുടെ തെറ്റില്ലേ? അത് നിങ്ങൾ സാധനം എടുക്കാനല്ല നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് തെറ്റാണ്, സമ്മതിച്ചാ? ഒരു മിനിറ്റ് ഞാൻ 5:30 കണ്ടി സാധനം എടുക്കുമ്പോൾ ഇത്ര ആളെ മുന്നിൽ അവര് പറഞ്ഞു നിങ്ങൾ സാധനം വാങ്ങിച്ചു ചക്കരക്ക്. പ്രശ്നം തീരുന്നതല്ല, പ്രശ്നമാക്കുന്നില്ല. ഇത് നേരിട്ടാല് ഒറിജിനൽ സാധനം വാങ്ങ. നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്. അതെ, അതങ്ങനെ നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കറേനി. അത് അതേപോലെ തെറ്റ് സംഭവിക്കാൻ പാടില്ല. എങ്ങനെ എങ്ങനെ അതെങ്ങനെ നിങ്ങൾ പറയലേ? നേരത്തെ പറഞ്ഞപ്പോ അങ്ങനെ നമ്പർ മാറിപ്പോയതാണ്. നിങ്ങൾ ഇപ്പല്ലേ പറഞ്ഞത്? നിങ്ങൾ നേരത്തെ വിളിച്ചേർത്ത് ലേഡിയാണ് ഫോൺ എടുത്തിട്ടുള്ളത്. നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് ഇടുന്ന കൊണ്ട് കഴിഞ്ഞാൽ കൊടുക്കലുണ്ട് പറഞ്ഞത്. അത് ചെറിയ നേരത്തെ ഒരു ലേഡി ഫോൺ എടുത്തിട്ടുണ്ട്. ആരാ നിനക്കറിയില്ല. ലേഡി അല്ലെ ഞാൻ സേവ് ആയിട്ടില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഇതിന് കാർഡിന് ഇത് കോപ്പി അതെ, അതുകൊണ്ട് അത് ആരാ എന്റെ വീട്ടിൽ നിന്ന് ആരെടുത്തുകൊണ്ട് വീട്ടിലാണ് സാധനം. നമുക്കറിയില്ല പറയുന്നത് സമാധാനം. നിങ്ങൾ ഇത്രയും നേരം പറയുന്നത് നമ്മൾ കേട്ടു. ഇനി നമ്മൾ പറയുന്നത് തിരിച്ച് അങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾ പറഞ്ഞത് സമർപ്പിച്ചിട്ട് ഞാനൊരു മാത്രം പറ ജയിച്ചു പോവല്ല. ഞാനൊരു കാര്യം ഷൗട്ടിന്നില്ല. ഇത് ഞമ്മക്ക് അത്ര അടുത്ത് 5:30 കണ്ടിയാണ്. 5:30 കണ്ടിയിൽ നമ്മൾ സാധനം വാങ്ങിക്കാൻ പോയത് അവര് പറഞ്ഞ് ചക്കരക്കല്ലിന് ആള് സാധനം വാങ്ങിച്ചു പോയി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നമ്മളിത് ആദ്യമായിട്ടല്ല സപ്ലൈക്ക് കാണുന്നത്. നമ്മളിത് ആദ്യമായിട്ടല്ല സപ്ലൈക്ക് സാധനം വാങ്ങിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ 10 ഒന്ന് കൊടുക്കൂ. ഒറിജിനൽ കാണില്ല. അക്ഷയ പോയി നമുക്ക് പാൻ കാർഡിന്റെ സൈസിലേക്ക് നിങ്ങൾക്ക് ആക്കാൻ പറ്റും. പിന്നെ ആധാരം ഉണ്ടെങ്കിൽ ഞാനെന്താ പ്രശ്നമാക്കിയത്? ഇപ്പൊ ചെറിയ കാർഡ് കൊണ്ടുവന്നു. നമ്മൾ പറയുന്നത് ഇത് വേണോ അതിൽ തരൂലാന്ന്. അന്നേരം പറയും എന്തുകൊണ്ട് ഇതിന് തരാൻ പറ്റാ? നിങ്ങൾ അതിന് പ്രശ്നമാക്കൂ. അതാ ചോദിച്ചത്. നിങ്ങൾ CCTV ഉണ്ടോന്ന് ചോദിച്ചത്. അതാ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോട്ടെ. ഞാൻ ഇപ്പൊ 250 രൂപ പിടിച്ചിട്ടാണ് ഓട്ടോ പിടിച്ചിട്ട് ഇവിടെ വരുന്നത്. അതിന്റെ പൈസ നിങ്ങൾ തരുവാ? സപ്ലൈക്ക് ഒന്ന് തരുവാ? ഞാൻ 5:30 കണ്ടി. അനക്ക് ഏറ്റവും അടുത്ത 5:30 കണ്ടിയാണ്. ഈ ആള് ആരാ സാധനം വാങ്ങിച്ചാൽ അത് ഈടുന്ന് വാങ്ങിച്ചോ ഇല്ലയോ എന്ന് നടക്കാറുണ്ടത്. ഈടുന്ന് വാങ്ങിച്ചു തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് നമ്മൾ സമ്മതിച്ചു. നിങ്ങള് പറഞ്ഞത് നമ്മള് സമ്മതിച്ചു. ഇതൊന്ന് ഈടുന്ന് കാർഡ് മാറിയിട്ട് ഒരുപക്ഷെ ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ പകർപ്പോ കൊണ്ടുവന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ടാകാം. അത് ആരാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സംവിധാനം.